ഹലോ ഫ്രണ്ട്സ്, യാത്രകൾ തുടരുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വയനാടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വയനാട് പോകാനായിട്ട് നമുക്ക് നിലമ്പൂർ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചുരം കയറിയാൽ മതി. അപ്പം നമുക്ക് നിലമ്പൂരിലെ കാഴ്ചകളും കാണാം. അത് കഴിഞ്ഞിട്ട് അവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് വയനാടേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നിലമ്പൂരിൽ നിന്ന് വയനാടേക്ക് 2.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ അവിടുന്ന് 2.5 മണിക്കൂറേ ഉള്ളൂ മൈസൂർക്കും. അപ്പം നമ്മൾ വയനാടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ 2 സ്ഥലത്തായിട്ട് ഇത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് തെറ്റായിരിക്കും. അതായത് വയനാട് അങ്ങനെ പരന്ന് കിടക്കുവാണ്. അപ്പം ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അമ്പലവയൽ ആ പരിസരം അടുപ്പിച്ചാണ്. അടുത്ത നമ്മൾ സ്റ്റേ ചെയ്യേണ്ട ലൊക്കേഷൻ തിരുനെല്ലി, അവിടെയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം അമ്പലവയലിൻ്റെ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ പൂക്കോട് ലേക്ക്, കാരാമ്പുഴ ഡാം. ആ ഡാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെമ്പരത്തികളൊക്കെ ഉണ്ട്, അത് കാണാം. പൂക്കോട് ലേക്കിൽ ബോട്ടിങ്ങിന് പോവാം. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്നും അടുത്ത് തന്നെയാണ് ഈ കുറുവ ഐലൻഡിൽ പോകാനായിട്ട്. ഇതെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ തിരുനെല്ലി അവിടേക്ക് പോകാം. തിരുനെല്ലി ആ അമ്പലമൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടുവേർഡ്സ് ബാംഗ്ലൂർ റൂട്ടിലേക്ക് നമ്മൾ വണ്ടി എടുത്തൊന്ന് വെളുപ്പിനെ പോയാൽ നമുക്ക് ഇഷ്ടം പോലെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റും. മാനും, കെയർഫുള്ളായിരിക്കണം. ആനകളൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് വേറെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിങ്ങനെ ഏർലി മോർണിംഗ്, അതുപോലെ തന്നെ സന്ധ്യ കഴിഞ്ഞായാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സന്ധ്യയ്ക്ക് പോകുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ്. കാര്യം ആനയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. മറ്റേ ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വരുന്നതുകൊണ്ട് നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ റിസ്ക് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇതെല്ലാം കണ്ട് പിന്നെ ഈ ബാണാസുര ഡാമൊക്കെ കാണാൻ പോകാം. ബാണാസുര ഡാമിൻ്റെ അവിടെയും ഇതുപോലെ ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല സൂത്തിങ് ക്ലൈമറ്റുമാണ്. പിന്നെ ഈ വയനാട് പോകാനായിട്ട് ഒരു ജാനുവരി 2nd വീക്ക് അടുപ്പിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പൂപ്പൊലി ഫെസ്റ്റും കാണാൻ പറ്റും. അവിടെ ഈ വയനാട് അഗ്രികൾച്ചറൽ അമ്പലവയൽ ഉള്ള അവരുടെ അഗ്രികൾച്ചറൽ ഫാം ഉണ്ടല്ലോ, ആ ഫാം എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ കുറേ ടൈപ്പ് ഓഫ് പെറ്റ്സും പിന്നെ ഫാമും എല്ലാം, ഫാം പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ചെടികൾ, അവിടുത്തെ നഴ്സറിയൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം അതെല്ലാം കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ദെൻ ബൈ.